ഹായ് ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ള വള്ളയിൽ ഹാർബറിലാണ്. വള്ളയിൽ ഹാർബർ നമ്മൾ മീനെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ചായയും ചാകരയും എന്തൊക്കെയാണെന്നുള്ള മാർക്കറ്റിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. മാർക്കറ്റിൽ തന്നെ ഫസ്റ്റായിട്ട് നമ്മൾ കാണുന്ന മീൻ തന്നെ പച്ച നല്ല അടിപൊളി സ്റ്റീൽ അയിലാണ്. വില വരുന്നത് ഏകദേശം 110-120 രൂപയൊക്കെയാണ് വില വരുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ വിലയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പോകാം. അപ്പോൾ മച്ചാന്മാരെ, കേരയുടെ വിലയാണ് നമ്മൾ കേട്ടത്. കേരയുടെ വില വെറും 120 രൂപയ്ക്കാണ് കേര കേജ് പോയിട്ടുള്ളത്. നമ്മുടെ ഈ വള്ളയിൽ ഹാർബറിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. മാർക്കറ്റിലെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഈ ബീച്ച് സൈഡിൽ വന്നിട്ടുള്ള മീനെടുക്കാൻ വേണ്ടിയാണ്. മീനെടുക്കാൻ വന്നിട്ടുള്ള മീൻ എന്ന് വെച്ചാൽ നെത്തോലിയും ചാളയും മിക്സായിട്ട് വരുന്ന മീനാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് കയറിയതാണ്. ഏകദേശം 10 മണിക്കാണ് ഇവിടുത്തെ മാർക്കറ്റ് തുടങ്ങാറുള്ളത്. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിൽ കയറിയപ്പോഴുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിക്കുന്ന കാഴ്ചയും ലേലം വിളിയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ. വള്ളയിൽ ഹാർബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മണിക്ക്, അതുപോലെ തന്നെ വെളുപ്പിന് 10 മണിക്ക്, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഈ ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് മീൻ പോകാറുള്ളത്. അതുപോലെ തന്നെ കച്ചവടക്കാരും അതുപോലെ തന്നെ ലേലവിളിയും കാര്യങ്ങളൊക്കെ നടക്കാറുള്ള ടൈമാണത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മീൻ വന്നിട്ടുള്ളത് ആവോലി, അതുപോലെ തന്നെ പല തരത്തിൽ പല സൈസിൽ പല ഇടങ്ങളിൽ നിന്ന് കയറി വരുന്ന പലതരം മീനുകളുണ്ട് നമ്മുടെ ഹാർബറിൽ. അതുപോലെ തന്നെ വില കാരണം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നെട്ടാവുന്ന പലതരത്തിലുള്ള വിലയും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മീൻ എവിടെയാണോ അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് കൊട്ടക്കാർ അതുപോലെ തന്നെ കച്ചവടക്കാർ വന്നിട്ടുള്ള മീൻ ലേലം വിളിക്കൽ അതുപോലെ തന്നെ ഇറക്കി കൊണ്ടുപോകുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാന്തൽ, പടമാന്തൽ, ചെറിയ മാന്തൽ, ചെമ്മീൻ, പാര, മിക്സായിട്ടുള്ള പല ആവോലി, പല തരത്തിലുള്ള പല മീനുകൾ, ഞണ്ട്, പുള്ളിനണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ, എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഏത് മീനാണോ വേണ്ടി ആ മീൻ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്ന മാർക്കറ്റുകളിൽ ഒരു മാർക്കറ്റിലാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ മച്ചാന്മാരെ, വിലയുടെ കാര്യത്തിലാണെങ്കിൽ ഏകദേശം വില എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത ഇടയിൽ തന്നെ മാർക്കറ്റുകളിലേക്ക് പോയിട്ട് നമ്മൾ മീനിൻ്റെ വില അന്വേഷിക്കുമ്പോഴാണ് ഏകദേശം ആവോലിക്കൊക്കെ ഏകദേശം 500-600 രൂപയൊക്കെ KG മീൻ വരുന്നത്. ഏകദേശം ഇവിടെ വരുന്ന 300-350 രൂപയാണ് KG മീനിൻ്റെ വില വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏറ്റവും ബൾക്കായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന മീനും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ മാർക്കറ്റ്, അത് ഹോൾസെയിലായിട്ട് മീൻ വിൽക്കുന്ന മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരുപാട് പൈസ ലാഭമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കിട്ടുന്നതായിരിക്കും. ഉത്സവത്തിന് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന പോലെ അല്ലെങ്കിൽ മിഠായികൾ വിൽക്കുന്ന പോലെയാണ് നമ്മുടെ മാർക്കറ്റുകളിൽ മീൻ വിൽക്കുന്നത്. അതുപോലെ തന്നെ ആ വാക്കുകളും കാര്യങ്ങളൊക്കെ മീൻ ലേലം വിളിക്കുന്നിടത്തുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടാൽ തന്നെ നമ്മൾ അറിയാതെ മീനെടുത്ത് പോകും മച്ചാന്മാർ. അതുപോലെ തന്നെ വിലയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ മീനിൻ്റെ വില കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മീൻ വാങ്ങാൻ തോന്നും. കാരണം നമ്മൾ മറ്റിടങ്ങളിൽ നിന്ന് കേൾക്കുന്ന വിലയേക്കാളും വളരെയധികം കുറച്ച് തുച്ഛമായിട്ടുള്ള പൈസക്ക് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീൻ, ആ ഫ്രഷ്നെസ് കാണിച്ച് തന്നിട്ട് മാത്രമാണ് നമുക്ക് മീനിൻ്റെ വിലയും കാര്യങ്ങളും അതുപോലെ തന്നെ വിൽക്കാനും പറ്റുക. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ ഇഷ്ടമുള്ള വിലയിൽ അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് ആണെന്ന് മീൻ നോക്കിയിട്ട് നല്ല തെരച്ചിലൊക്കെ നടത്തിയിട്ട് മാത്രം മീൻ എടുക്കാൻ ഇഷ്ടപ്പെട്ടാൽ മാത്രം മീൻ
എടുത്താൽ മതി. മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വർത്തമാനങ്ങളില്ല, ഒട്ടിപ്പില്ല, പറ്റിപ്പില്ല, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ടുപോകുക. നിങ്ങളെ പറ്റിച്ചിട്ടോ മറ്റുള്ള കാര്യത്തിലോ അവർ ഒരിക്കലും തന്നെ പൈസ വാങ്ങുന്നതല്ല. അതുപോലെ തന്നെ കേടുവന്ന അതുപോലെ തന്നെ പൈകിയ മീനാണെങ്കിൽ അത് പറഞ്ഞിട്ട് മാത്രമാണ് ഇവിടെ വിൽക്കാറുള്ളത്. ഇവിടെ മാർക്കറ്റുകളിൽ പൈകിയ മീൻ വിൽക്കാറില്ലെങ്കിലും ഈ മീൻ തരുമ്പോൾ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും ഈ മീൻ കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം മീൻ എടുത്താൽ മതി എന്ന് പറയുവർ. അതുപോലെ തന്നെ നമ്മുടെ കടപ്പുറത്ത് വന്നിട്ടുള്ള ചാകരയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. എത്തോലും ചാളയും മിക്സ് ആയിട്ടുള്ള മീനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2200 രൂപയ്ക്കാണ് 25 കിലോ മീൻ ഇവിടെ ഫ്രഷ് ആയിട്ട് നടത്താൻ വരുന്നത്. അപ്പോൾ മച്ചന്മാർ ഏകദേശം 25 kg എടുത്തുണ്ടാവും അയിലേക്ക് വന്നിട്ടുള്ള 2000 രൂപയാണ് നമ്മുടെ കടപ്പുറത്ത് വന്നിട്ടുള്ള മീനിൻ്റെ വില എന്ന് വെച്ചാൽ. അത്രയും ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അതുപോലെ തന്നെ ചില്ലറായിട്ട് മീൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. 100 രൂപയാണ് കൊട്ടയുള്ള മീനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നല്ല വിലക്കുറവ്, അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് എവിടെ മീൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആ മച്ചന്മാർ ഒരു പൊടി ഒരു മായം ചേർക്കാത്ത മീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ ഹാർബറിൽ വരാം. അതുപോലെ തന്നെ ഹാർബറിൽ നിങ്ങളടുത്തുള്ള ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ഹാർബറും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ച് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക, ഫ്രഷ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.